സോഷ്യൽ മീഡിയ എല്ലാം കോടതി. ഇപ്പം നമ്മൾ ഭയങ്കര നല്ല ഹെവി റോക്കറ്റ് സയൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓഡിയൻസ് വളരെ കുറവായിരിക്കും. അതെ അതെ അതെ. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ തരികട പരിപാടിയാണ് ചിലപ്പോൾ ഓഡിയൻസ് കൂടുതൽ. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് അധികം ഉപയോഗിക്കുന്നത്. കംഫർട്ടായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ദിസ് ആൾസോ കംഫർട്ട്. ഈ ഒരു ഇതിനെ പറ്റി സോഷ്യൽ എന്നുള്ളത് പലപ്പോഴും ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ്. ഇപ്പം വ്യക്തിസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കുള്ളതാണ്. അവരെ അഭിമാനം, ഇതിന് കോട്ടം പറ്റുന്ന ഒരു സാധനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടാൻ ലീഗലി ഇവിടെ അനുവദിക്കരുത്. അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരണം. കാരണം പലപ്പോഴും ബിസിനസ്സുകാർക്കൊക്കെ പേടിയാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാന്. നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എത്രത്തോളം സേഫാണ്, അല്ലെങ്കിൽ നമ്മളെ ഗവൺമെൻറ്റൊക്കെ അതിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, ഞാൻ ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. അത് തെളിയിക്കപ്പെടേണ്ടത് ഗവൺമെൻറ് കോടതിൻ്റെ മുമ്പിലാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിലല്ല. സോഷ്യൽ മീഡിയ അല്ല കോടതി. ഈ ഒരു അവയർനെസ് ശരിക്കും കൊടുത്തിട്ട് ഏത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ തെറ്റ് ചെയ്ത ആളെ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവ പിന്നീട് മാനസാന്തരം വരാലോ, അങ്ങനെയുണ്ടല്ലോ ഇതിൽ.